എങ്ങടെ പോണേ? എന്തിന്? എന്തിന്? ആ അയ്യോ ഹലോ. അപ്പോൾ പാച്ചു പറഞ്ഞപ്പോൾ നമ്മൾ ബാഗ് വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് പാച്ചുൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസം. അപ്പോൾ നല്ല മഴയാണ്. വൈകുന്നേരം അച്ചയ്ക്ക് നല്ല കാറൊക്കെ വന്നു. നല്ല മഴ, നല്ല അസല് മഴയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടായിട്ടൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ബാഗ് വാങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് നോക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരു ഷോപ്പിലും കൂടി കയറിയിരുന്നു. പക്ഷെ നമുക്ക് നല്ല മഴയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. അപ്പോൾ എന്താണെന്നുള്ളത് പാച്ചു പറഞ്ഞുതരും കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. അപ്പം അതന്നെ പാച്ചുവിനൊരു മാല. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമല്ലേ, അപ്പം സ്വർണ്ണം ഇട്ട് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ അവൻ്റെ ചെയിനക്കൂരി വെച്ച് നമ്മൾ അവൻ്റെ വെള്ളീൻ്റെ ഒരു മാല വാങ്ങി. അപ്പം അതാട്ടോ അവൻ കാണിച്ചത്. ഇപ്പോൾ ബാഗാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബാഗ് അവന് വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ ഇന്നത് വേണമെന്നൊന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അവൻ ഇതുവരെ എടുത്ത സംഭവത്തിനൊന്നും അവൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ആൾ ഭയങ്കര പൊട്ടിത്തെറിപ്പിടും. മഴ എന്നെക്കൊണ്ട് വെള്ളമൊക്കെ ഒഴുകി പോകണം കൂടി കണ്ടപ്പം അവനതിലിറങ്ങാത്തതിന് ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ. അങ്ങനെ നമ്മളിതാ ഈ നീല ബാഗാട്ടോ നമ്മളെടുത്തത്. അപ്പം നമ്മൾ അവിടെ നിന്നു. അവിടെ തന്നെ നമ്മൾ ഒരു കിറ്റും മേടിച്ചു. പിന്നെ റെയിൻ കോട്ടും കൂടെ നോക്കി, പക്ഷേ അത് നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളവിടെ വെച്ചു. നമ്മളെന്താ വെച്ചാൽ പാൻറ്റും കൂടെയുള്ള റെയിൻ കോട്ട് എടുക്കാനുള്ള പ്ലാനാണ്. എന്താ വെച്ചാൽ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പം അതാവും കുറച്ചുകൂടി നന്നാവുക. അപ്പം അവനാണെങ്കിൽ ഈ മഴ പെയ്തിട്ട് അവിടെ നിന്നിട്ടൊരു ഒരു വല്ലാത്തൊരു ഞെരുക്ക് മുറുകുകൾ അവനക്ക്. അങ്ങനെ ആൾ കാര്യമായിട്ട് ബാഗ് നോക്കി കേട്ടോ. അവനോട് ചോദിച്ചിട്ട് അവനൊന്ന് ഇട്ടൊക്കെ കൊടുത്തു നോക്കി. അവൻ ബാഗ് ഇട്ടു നോക്കി. അപ്പം സാധനം കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇഷ്ടത്തിനാണ് എടുത്തത്. അവന് അങ്ങനെ ഇന്ന പ്രിൻ്റ് വേണം അല്ലെങ്കിൽ സ്പൈഡർമാൻ വേണം അങ്ങനത്തെ ഒരു ഇതുമില്ല. ബാഗ് എടുക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. എന്താ നാളെ ഇപ്പോൾ തുറക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവർ വന്നിട്ട് എടുക്കാൻ പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കിയിരുന്നു. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു നാളെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് വരാം, അന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞപ്പോൾ തലേന്ന് നമ്മൾ ഇറങ്ങിയത്. അത് നമ്മളിതാ ബാഗ് ഇതന്നെ എടുത്തു. അങ്ങനെ നമ്മൾ ഇതേ കളറിൽ മാച്ച് ചെയ്ത് നമ്മൾ കിറ്റും കൂടി കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ പിന്നെയും ബാഗൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു കളർ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ പിന്നെ അതെല്ലാം മതി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുന്നത് കോട്ടയ്ക്കൽ തന്നെയാണ്. നമ്മൾ എന്തൊരു സാധനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും അത് നമ്മൾ കോട്ടയ്ക്കൽ നിന്നൊക്കെ എടുക്കുക. നമ്മൾ ഇനി അവർക്കുള്ള കിറ്റ് നോക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കണമല്ലോ. അപ്പം അങ്ങനെയുള്ളത് അവർ ഫസ്റ്റ് നമുക്ക് സ്പൈഡർമാൻ്റെ ഒക്കെ പ്രിൻ്റുകളൊക്കെ കാണിച്ചത്. നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല, നമ്മളതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവനും അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവനതിൻ്റെ കാർട്ടൂൺ കാണുക, കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. സ്പൈഡർമാനെ ഇഷ്ടമാണോ വെച്ചാൽ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരിയൊക്കെയൊന്നുമില്ല. അങ്ങനെ നമ്മളിത് ഈ കിറ്റാട്ടോ നമ്മളെടുക്കുന്നത്. അപ്പം ആളോട് നമ്മൾ ചോദിച്ചു വേറെ കാർ ചേഞ്ചൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ കടയത്തെ അവർ പോയി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും കിട്ടിയതൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ ഇതിന് നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുന്നത് റെയിൻ കോട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റെയിൻ കോട്ട് അവൻ്റെ കയ്യിലൊന്നുണ്ട്, പക്ഷെ അത് എന്താ പറയുക സാധാ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ പാൻറ്റും ആ ഒരു കോട്ടും കൂടെ വരുന്ന സെപ്പറേറ്റഡ് ആയിട്ടുണ്ടോ നോക്കിയിരുന്നു. അപ്പം ആൾ എടുത്ത് കാണിച്ചു തന്നു. അപ്പം അത് കോട്ട് മാത്രമാണ്. അപ്പോൾ അതൊന്ന് മോനിട്ടൊക്കെ നോക്കിയിട്ടോ. അപ്പം നമുക്ക് രണ്ടും കൂടെ പാൻറ്റും കൂടെ ഉള്ളത് കിട്ടുമെന്ന് നമ്മൾ നോക്കി. നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കോട്ട് നമുക്ക് സുഖമില്ല, ആൾ നനഞ്ഞു പോവും, പാൻറ്റും ട്രൗസറൊക്കെ നനയും. അപ്പോൾ പിന്നെ ഇങ്ങനത്തത് നോക്കിയില്ല. പകരം നമ്മൾ പാൻറ്റും കൂടെ ഉള്ളതുണ്ടോ നോക്കിയിട്ടോ. പക്ഷെ നമുക്ക് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റെയിൻ കോട്ട് എടുത്തിട്ടുമില്ല. അവനൊരു വാട്ടർ ബോട്ടിൽ എടുക്കാനായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിൽ നമ്മൾ അതിൻ്റെ മുന്നത്തെ ദിവസം നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് വാട്ടർ ബോട്ടിൽ കുറേ നോക്കി. നമുക്ക് ഒരുവിധപ്പെട്ട സംഭവങ്ങളൊന്നും നമുക്ക് പറ്റിയില്ല. ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കിട്ടി.
നമ്മൾ കുറേ നമ്മൾ നോക്കിട്ടോ. വെള്ളം നല്ലത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറേ നോക്കി. നമ്മൾ എന്തൊരു സാധനം എടുക്കുമ്പോൾ നമ്മൾ ഫുള്ള് അതിനെപ്പറ്റി ഫുൾ കാര്യങ്ങൾ നമ്മൾ മൈന്യൂട്ടായി നമ്മൾ നോക്കും, എന്നിട്ട് നമ്മളൊരു സാധനം എടുക്കുള്ളൂ. അങ്ങനെ പിന്നെ വെള്ളക്കുപ്പി എടുത്തു. ഇപ്പോൾ ഈ കട തന്നെ നമ്മൾ അധികം എടുക്കാറ്. ഇത് നമുക്ക് കോട്ടയ്ക്കലിന് പറപ്പൂർ റോട്ടിലേക്കാട്ടോ ഷോപ്പ് വരുന്നത്. അങ്ങനെ പാച്ചുവിൻ്റെ കയ്യിൽ കാണുന്ന ഈ കുപ്പിയാണ് നമ്മളെടുത്തത്. ഇപ്പോഴും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.